ഫ്രണ്ട്സ്, ഇത് ഐഫോൺ 13 ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊറിയർ അയച്ചതെന്നാണ്. ആൾ പറഞ്ഞ കംപ്ലൈൻറ്റ് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഈ കസ്റ്റമറിൽ നിന്ന് ഐഫോൺ താഴെ പോയതിനു ശേഷം എൻ്റെ ബാക്ക് ഗ്ലാസ് ക്രാക്കായി, പിന്നെ ഡിവൈസ് ഡെഡായി. ഇപ്പം വേറെ ഒരു ഷോപ്പിൽ കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഇതിൻ്റെ മദർ ബോർഡ് 2 സ്വാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് 2 ലെയർ സ്വാപ്പ് ചെയ്തിട്ട് റെഡി ആകുന്നില്ല, IC കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ തന്നാണ്. അപ്പം കസ്റ്റമർക്ക് ഒരുപാട് സങ്കടം, കാരണം ഒത്തിരി ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണല്ലോ. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബർ നേരെ കൊറിയർ അയച്ചെന്ന് നമ്മൾ നേരെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ക്രൂവും ഷീൽഡോ പോലും ഒന്നും മദർ ബോർഡിനകത്തില്ല, എല്ലാം മിസ്സിംഗ് ആണ് കാണുന്നത്. നമുക്ക് നേരെ മദർ ബോർഡ് നേരെ DC കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ഷോർട്ടാണ് ബോർഡ് കാണുന്നത്. മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പ് വഴി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് ആദ്യം തന്നെ നല്ല രീതിയിൽ അത്യാവശ്യം ബോർഡ് ഡാമേജ് ആയ രീതിയിലാണ് കാണുന്നത്. ഇതിനകത്ത് CPU ഒക്കെ ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് വെച്ച രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് തന്നെ. പിന്നീട് അതിനകത്ത് EEPROM, NAND IC, പവർ IC എല്ലാം അത്യാവശ്യം കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ RF ബോർഡിനകത്ത് ഇരിക്കുന്ന ബേസ് ബാൻഡ് ഇതെല്ലാം സ്വാപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പർ ലെയറിനകത്തിരിക്കുന്ന ഷോർട്ടായിരിക്കുന്നത് CPU, അതുപോലെ പവർ IC, NAND IC, EEPROM എന്നെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് CPU റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരിക്കലും സ്വാപ്പ് ചെയ്ത ബോർഡിനകത്ത് CPU ഗം ഉണ്ടാവില്ല. ജസ്റ്റ് ലോജിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമ്മൾ മദർ ബോർഡിലെ ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ട്. പവർ IC, അതുപോലെ CPU, പിന്നെ NAND IC, EEPROM എല്ലാം നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് റീബോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് മാറി ബൂട്ട് സെക്കൻഡ്സ് എടുക്കുമ്പോഴത്തേക്കും നോർമലാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ CPU റീബോൾ ചെയ്തിടാം. പെർഫെക്റ്റ് ആയിട്ട് റീബോൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് റീബോൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒരിക്കലും ആക്ടിവേറ്റ് ആകത്തില്ല. ഒന്നെങ്കിൽ റീസ്റ്റാർട്ടിങ് ഇഷ്യൂ ഒക്കെ ആയിട്ട് കാണിക്കാം. നമ്മുടെ സബ്സ്ക്രൈബർ ഒരുപാട് പ്രതീക്ഷയോട് കൂടി അയച്ച ഒരു ഡിവൈസ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ എഫോർട്ട് എടുത്ത് നമ്മൾ ആ ഷോർട്ട് റിമൂവ് ചെയ്ത് CPU റീബോൾ ചെയ്ത് നമ്മളിപ്പോൾ DC കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് റീസ്റ്റാർട്ട് ആവുകയാണ്. നമ്മൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് റീസ്റ്റാർട്ട് ആയിട്ട്, അതായത് ആപ്പിൾ ലോഗോ വരിക പോവുക, ആ ഒരു കണ്ടീഷൻ തന്നെ നിൽക്കുകയാണ്. അതായത് CPU ചേഞ്ചർ ആയതുകൊണ്ട് സീരിയൽ നമ്പർ വെരിഫൈ ആകാത്തതുകൊണ്ട് മാത്രം ആ ഡിവൈസ് റെഡി ആകുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ തന്നെ. നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും കസ്റ്റമറുടെ ഡാറ്റ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ മറക്കല്ലേ.